ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നങ്ങനെ ബുധനാഴ്ച ദിവസം, നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ള ദിവസമാണ്. ഇന്നലെ ശക്തമായ രീതിയിൽ നിഫ്റ്റി പൊരുതി നിന്നു. 25,200 നിഫ്റ്റി നിലയുറപ്പിച്ചു. പൊതുവെ എല്ലാ ഇൻഡെക്സും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ നമുക്കുണ്ടായിരുന്ന പോസിറ്റീവ് ന്യൂസ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്ത്യയുടെ WP ഡേറ്റയും പോസിറ്റീവായി എന്നുള്ളതായിരുന്നു. 2019 ശേഷം വന്ന ഏറ്റവും മികച്ച ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു ഇന്നലെ നമുക്ക് കിട്ടിയിരുന്നത്. ഇന്നലെ അതുപോലെ തന്നെ ഒരു പ്രധാന ഡേറ്റ US നിന്നുണ്ടായിരുന്നു, US ഇൻഫ്ലേഷൻ ഡേറ്റ. എന്നാൽ US ഇൻഫ്ലേഷൻ ഡേറ്റ 2.2% സ്പൈക്ക് രേഖപ്പെടുത്തിയത് അത് അത്ര ദഹിച്ചിട്ടില്ല US മാർക്കറ്റിന്. കാരണം ഓൾറെഡി തന്നെ ജെറോം പൗലും ട്രംപും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻഫ്ലേഷൻ 2.2% ട്രംപിൻ്റെ പുതിയ താരിഫ് നയം കൊണ്ട് ഉയർന്നിട്ടുള്ളത് സെൻട്രൽ ബാങ്കിന്, അതായത് ജെറോം പവലിന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ളൊരു കാരണമായി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ജസ്റ്റിഫയബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഒരു സംശയത്തിന് നേരിൽ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ US മാർക്കറ്റ് ഇന്നലെ 400 പോയിൻറ്റിൻ്റെ ഒരു ഇടിവും, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ സ്റ്റിൽ ഒരു 50 പോയിൻ്റ് ഒരു ഇടിവിലാണ് ഉള്ളത്. കൂടാതെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഫാർമ താരിഫ് ഓഗസ്റ്റ് 1 മുതൽ നടപ്പിൽ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 37 പോയിൻറ്റ് ഫ്ലാറ്റ്, എന്നാൽ ഡോ 436 പോയിൻറ്റിൻ്റെ ഇടിവ്. FTSE CAC 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ കാണാം 61 പോയിൻറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ്, ഇടിവിലാണ്. ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ ഒരു മിക്സഡ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഗോൾഡ് $8 ഉയർന്നു. ബിറ്റ്കോയിൻ വീണ്ടും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്, $600 ഒരു ഇടിവ്. കണ്ടോ? അപ്പോൾ ഇതാണ് US മാർക്കറ്റിൻ്റെ അവസ്ഥ. US മാർക്കറ്റ് ഇന്നലെ 486 പോയിൻറ്റ്, ഇപ്പോഴും 61 പോയിൻറ്റിൻ്റെ ഒരു ഇടിവിലാണ് ഉള്ളത്. എന്നാൽ നിഫ്റ്റി അതീവ നെഗറ്റീവായിട്ടൊന്നും ഇതുവരെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അത് നമുക്ക് നല്ലൊരു ഡേറ്റ ഉണ്ട്. കൂടാതെ തന്നെ 4 ദിവസം കണ്ടിന്യൂസ് നിഫ്റ്റി ഇടിവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ Q1 റിസൾട്ടുകളെല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ അപ്ഡേറ്റ് വരേണ്ടതായിട്ടുണ്ട്. നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മളുടെ സ്റ്റോക്കിൻ്റെ വാർത്തകൾ മാത്രമാണ്. ഓക്കെ, ഇതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ന്യൂസ് അറിയാതെ ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ഉപകാരം ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലേക്കും എല്ലാം തന്നെ അയക്കുക. കാരണം ഇത് നമ്മൾ ജനറൽ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ICC ലോംബോർഡ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 28% ഇയർ ഓൺ ഇയർ ഉയർന്നു. 747 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. HDFC ലൈഫ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്നിട്ടുണ്ട്. HDB ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2.4% ഇയർ ഓൺ ഇയറിൽ ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണ അവർക്ക് 582 കോടി രൂപ, ഇത്തവണ 568 കോടി രൂപ പ്രോഫിറ്റ്. ജസ്റ്റൈൽ കമ്പനി 13% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 160 കോടി രൂപ കരസ്ഥമാക്കി. ബ്രിഗേഡ് റിയാലിറ്റി കമ്പനിയാണ്. ഹൈദരാബാദിൽ അവർ 50,000 സ്ക്വയർ ഫീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ബിൽഡിങ്. ഗോദാവരി ബയോ റിഫൈനറീസ് കമ്പനി അവരുടെ പുതിയൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിസിന് അപ്രൂവൽ, പേറ്റൻറ്റ് കിട്ടിയെന്നുള്ള ന്യൂസ്. അലിസ് ഇൻഫ്രാ സൊല്യൂഷൻ കമ്പനി ഇവർ വദ്വ കൺസ്ട്രക്ഷനായിട്ടൊരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. CFF ഫ്ലൂയിഡ് കൺട്രോൾ കമ്പനി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സായിട്ട് പുതിയൊരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ഹാത്വേ കേബിൾ 18 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡിക്സൺ ടെക് കമ്പനി ഇവർ ക്യൂടെക് കമ്പനിയായിട്ട് പുതിയ ഒരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. PVR ഐനോക്സ് കമ്പനി കർണാടക ഈ ഒരു പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ടിക്കറ്റ് റേറ്റ് 200 രൂപ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് മറ്റേ റിക്ലൈനർ സീറ്റിനൊന്നുമല്ല, അല്ലാതെ ഉള്ള സീറ്റുകൾക്ക്. അപ്പോൾ അത് PVRന് ഇതൊരു ഒരു പ്രശ്നമാവും. കാരണം PVR ഓൾറെഡി സൗത്ത് ഇന്ത്യയിൽ എക്സ്പാൻഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് ക്യാപ്പ് ചെയ്തിട്ടെന്നുള്ളത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. PVR ഇതുവരെ ഒഫീഷ്യലി പ്രതികരിച്ചിട്ടില്ല. ഓൾറെഡി തമിഴ്നാട്ടിൽ ഇങ്ങനൊരു ടിക്കറ്റ് ക്യാപ്പിംഗ് സിസ്റ്റം ഉണ്ട്, കേരളത്തിലില്ല. അപ്പോൾ കർണാടകയും ഇപ്പോൾ തമിഴ്നാടും ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്
PVRനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു പ്രശ്നം. എനിവേ വൈകിട്ട് കാണാം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം. താങ്ക് യു.